ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നുണ്ടാവും ഈ നാളെ മുതൽ തങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരുന്നു, അപ്പോൾ തങ്ങളുടെ നേതാക്കന്മാർ തങ്ങൾ പറയുന്നതൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നു. നിങ്ങളുമായിട്ടുള്ള ബന്ധം പോലും അവർ ഒരു ഡിസ്റ്റൻസിലേക്ക് മാറ്റും. ഈ 10 വർഷങ്ങൾക്കിടയിൽ തങ്ങൾ ചെയ്തിട്ടുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള കേസുകൾ എല്ലാം ഒത്തുതീർപ്പിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. ഇത് സാധ്യമാവുന്നൊരു കാര്യമാണ്. തന്നെ ലാത്തിക്കൊണ്ടടിച്ച പോലീസുകാരനെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കാസർഗോഡേക്ക്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് മഞ്ചേശ്വരത്തേക്ക്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കോവളത്തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലായിരിക്കും. അന്ന് വീട്ടിൽ കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിരിക്കുന്ന കുറേ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും അതിനുശേഷം അവരെ വന്ന് ഈ MLA അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു കോൺഗ്രസ് പ്രവർത്തകനും വേദനിക്കരുത്. കാരണം ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നമസ്കാരം സാറേ, നമുക്കൊന്ന് ടൈം ട്രാവൽ ചെയ്തു വന്നാലോ? ഭാവിയിലേക്ക് ഒരു ചെറിയ യാത്ര. തീർച്ചയായിട്ടും. യാത്ര എന്ന് പറയുമ്പോൾ വർഷങ്ങൾ മുന്നിലേക്കൊന്നല്ല, ഒരു 2-3 ദിവസം മതി. തീർച്ചയായിട്ടും. എക്സിറ്റ് പോളുകളെ നമുക്ക് വിശ്വസിക്കാം. നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും കോൺഗ്രസ് അധികാരത്തിൽ എത്തുന്നു എന്നൊരു സെനാരിയോ കാണാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു മനസ്സിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പം 10 വർഷം മാറി നിന്നതിന് ശേഷം അധികാരത്തിൽ എത്തുന്നു. കാണാൻ സ്വപ്നങ്ങൾ ഏറെ ഉണ്ടാവും. ഈ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അതുപോലെ തന്നെ ഈ സ്വപ്നങ്ങളുടെ മറുവശം, യഥാർത്ഥ വശം എന്തൊക്കെയായിരിക്കും? അതായത് ഈ 10 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2016 കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് 8 വയസ്സുള്ള ഒരു കുട്ടി 18 വയസ്സുകാരനായിട്ട് അവനിന്ന് KS പ്രവർത്തിക്കുന്നുണ്ടാവും. അതേസമയം 15 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അവൻ ഇന്ന് 25 വയസ്സുള്ള, അല്ലെങ്കിൽ അന്ന് അധികാരം നഷ്ടപ്പെടുന്ന സമയത്ത് 18 വയസ്സുണ്ടായിരുന്ന ഒരു വ്യക്തി ഇന്ന് 28 വയസ്സുകാരനായിട്ട് അവൻ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ വലിയ നേതാവായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളുണ്ടാവും. കാരണം UDF 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഈ 10 വർഷങ്ങൾക്കിടയിൽ തങ്ങൾ ചെയ്തിട്ടുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള കേസുകൾ എല്ലാം ഒത്തുതീർപ്പിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. ഇത് സാധ്യമാവുന്നൊരു കാര്യമാണ്. പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന കേസുകളൊക്കെ ധാരണയാക്കി അതായിരിക്കും ആദ്യം നടക്കാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ളൊരു സ്വപ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ പോലീസ് ലാത്തി ചാർജ്. അതായത് പോലീസുകാരെ സംബന്ധിച്ചിട്ടൊരു സമരം വരുന്ന സമയത്ത് ജലപീരങ്കി അടിക്കുക, ലാത്തി ചാർജ് നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്, അവരുടെ ഒരു ജോലി എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ലാത്തിക്കൊണ്ടടിച്ച പോലീസുകാരനെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കാസർഗോഡേക്ക്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് മഞ്ചേശ്വരത്തേക്ക്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കോവളത്തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലായിരിക്കും. അങ്ങനെയുള്ള ചില ആളുകളുടെയൊക്കെ ലിസ്റ്റ്, അതായത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവീൺ കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഉപദ്രവിച്ച പോലീസുകാരുടെ എല്ലാം ഒരു ലിസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവർക്കെതിരെല്ലാം ഞങ്ങൾ പ്രതികാരം ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഹിറ്റ് ലിസ്റ്റ്. അതോടൊപ്പം തന്നെ എറണാകുളത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു കക്ഷിയും പറഞ്ഞിട്ടുണ്ട്. അനൂപ് എന്ന് പറയുന്ന ഒരു കക്ഷിയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിലുള്ള ആളാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിയമപരമായിട്ട് ആദ്യം നേരിടും, അതിനുശേഷം പിന്നീടും ഞങ്ങൾക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കായികപരമായിട്ടും നേരിടും എന്നൊക്കെയുള്ള വലിയ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അല്ല, പോലീസ് ഇതൊക്കെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവാം. ഇല്ല, ഇതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്ന് കരുതുക. കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്ന് വിചാരിച്ചിട്ടും ഇപ്പോൾ ഈ താഴെത്തട്ടിൽ കിടന്ന് പണിയെടുത്തിട്ടുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അവരെ സംബന്ധിച്ചിട്ട് അവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു കേസ് ഇപ്പോൾ ഈ കോൺഗ്രസ്സിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ അധികാരത്തിലെത്തിയിട്ടില്ല, നാളെ റിസൾട്ട് വരണം. അപ്പോൾ റിസൾട്ട് വരുന്നിടം വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു കോൺഗ്രസ്സുകാരൻ്റെ സ്വപ്നത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനെതിരെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നു വിചാരിക്കുക. അപ്പോൾ ആ കോൺഗ്രസ്സുകാരന് വേണ്ടിയിട്ട് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചു പറയുകയാണ്, പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറയുകയാണ്, ഇത് നമ്മുടെ പയ്യനാണ്, വേണ്ട രീതിയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നിരിക്കുക. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു BJP-കാരനോ ഒരു CPM-കാരനാണെന്ന് ഇരിക്കുക. അവൻ നേരെ എന്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയോജക മണ്ഡലം പ്രസിഡന്റിനെ പിടിക്കും. ഈ നിയോജക മണ്ഡലം പ്രസിഡന്റും ഈ പറഞ്ഞ CPM-ന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഈ എതിർകക്ഷി, ഈ കോൺഗ്രസിന്റെ എതിർകക്ഷി എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ബന്ധുക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറയും, അത് നമ്മുടെ കക്ഷിയാണ്, അത് വേണ്ട രീതിയിൽ ഒന്ന് ധാരണയാക്കി വിടണം, ഇരു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒന്ന് സെറ്റിലാക്കി വിടണം എന്ന് പറയും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതിക്കാരന് നീതി ലഭിക്കാൻ പോകുന്നില്ല, എന്നാൽ ഈ പറഞ്ഞ കുറ്റാരോപിതനായിട്ടുള്ള ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അതേസമയം ഈ ഒരു CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ സംഘടനാ സംവിധാനം അങ്ങനെയല്ല. LDF-നെ സംബന്ധിച്ചിട്ട് LDF-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ്, ഈ വന്നിരിക്കുന്ന ആൾ അത് ഞങ്ങളുടെ ആളാണ്, അയാളെ
ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ലോക്കൽ സെക്രട്ടറിയോ അതിൻ്റെ മുകളിലേക്ക് ജില്ലാ സെക്രട്ടറിയോ അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ ആര് വിളിച്ചാലും അവിടെ ഒന്നും നടക്കില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഈ കേഡർ സംവിധാനം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കും. അല്ല, കേഡർ സംവിധാനം ഉള്ളതിന്റെ പ്രശ്നമല്ല. അത് കൂടാതെ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നുണ്ടാവും, കാരണം ഇതൊക്കെ നമ്മളുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നുണ്ടാവും ഈ നാളെ മുതൽ തങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരുന്നു, അപ്പോൾ തങ്ങളുടെ നേതാക്കന്മാർ തങ്ങൾ പറയുന്നതൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നു. നിങ്ങളുമായിട്ടുള്ള ബന്ധം പോലും അവർ ഒരു ഡിസ്റ്റൻസിലേക്ക് മാറ്റും. ഡിസ്റ്റൻസിലേക്ക് മാറ്റിയതിന് ശേഷം ഇവർ ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും വെച്ചാൽ ഇവർക്ക് പുതിയ ബന്ധങ്ങൾ വരും. പുതിയ അധികാര കേന്ദ്രങ്ങളായി മാറിക്കഴിയുമ്പോഴത്തേക്ക് പുതിയ ബന്ധങ്ങൾ വരും. ഈ പുതിയ ബന്ധങ്ങൾ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപക്ഷെ താഴേക്കിടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾക്കെതിരെ, ചിലപ്പോൾ ചില ബാറുകൾക്കെതിരെ, ചില പാറമടകൾക്കെതിരെ ഒക്കെ സമരം ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവരെ സമരം ചെയ്യുന്ന സമയത്ത് ഇവരെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. ഈ പറഞ്ഞ ആളുകളൊക്കെ ആർക്കെതിരെയാണോ ഇവർ സമരം ചെയ്തത്, ആർക്കെതിരെയാണോ ഇവർ പോരാടിയിട്ടുള്ളത്, ഇവരൊക്കെ ആരുടെ സുഹൃത്തുക്കളായിട്ട് മാറും? ഈ നേതാക്കന്മാരുടെ സുഹൃത്തുക്കളായിട്ട് മാറും. അവർ തീരുമാനിക്കും പിന്നെ കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ആരായി വെറും ശശിയായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഓരോ കോൺഗ്രസ്സുകാരനും കാണുന്ന വലിയ സ്വപ്നങ്ങളാണ് നാളെ പാർട്ടി അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുക, പിന്നെ തന്നെ ഉപദ്രവിച്ചിട്ടുള്ള CPM നേതാക്കന്മാർക്കെതിരെയും അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചിട്ടുള്ള മറ്റ് പാർട്ടി പ്രവർത്തകർക്കെതിരെയും ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ചില വലിയ സ്വപ്നങ്ങളിലായിരിക്കും. അതേസമയം മൂത്ത കോൺഗ്രസ്സുകാരുണ്ട്, അതായത് ഈ ഭരണം കണ്ട് പഠിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാരുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർ നേരത്തെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുക, വില്ലേജ് ഓഫീസിൽ ചെന്നതിന് ശേഷം അവിടെ ഇപ്പോൾ എന്തെങ്കിലും കരമടയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനോ ഒന്നും അധികം സമയമെടുക്കത്തില്ല. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യത്തിന് പോലും ഒരുപാട് സമയമെടുക്കുമായിരുന്നു. ഇപ്പം ഡിജിറ്റലായിട്ട് അത് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതൊക്കെ മൂത്ത കോൺഗ്രസ്സുകാർ ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ നേരത്തെ എങ്ങനെയാണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു കൃഷി ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ പ്രദേശത്തുള്ള ഭരണത്തിലിരിക്കുന്ന പാർട്ടി, അതായത് മൂത്ത കോൺഗ്രസിൻ്റെ ആളെ കുട്ടിക്കൊണ്ടായിരിക്കും പോവുക. അപ്പോൾ ആ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു 1000 രൂപ കിട്ടും. അതല്ല മറിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് റെഡിയാക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇദ്ദേഹത്തിനായിരിക്കും, അവിടുത്തെ മൂത്ത കോൺഗ്രസ്സുകാരനായിരിക്കും MLA ആയിട്ട് ബന്ധം ഉണ്ടാവുക. അപ്പോൾ MLA അടുത്തേലും MLA പറയും, നിങ്ങൾ തിരുവനന്തപുരത്തിന് വാ, ഞാൻ MLA ഹോസ്റ്റലിൽ വെച്ച് കാണാൻ പറയും. അപ്പോൾ MLA ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാട്ടുകാരെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു സംഭവമാണ്. MLA ഹോസ്റ്റലിൽ പോകുന്നു, ഞാൻ MLA കാണുന്നു, അപ്പോൾ ഇത്ര MLA ആയിട്ട് ഒരു ബന്ധമൊക്കെയുള്ള ആളാണല്ലോ എന്നൊക്കെ കരുതും. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ഈ പറഞ്ഞ ആളെ കൂട്ടി പോകും. ആ പോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ രാവിലെ ആണെങ്കിൽ രാവിലെ തന്നെ പൊറോട്ടയും ബീഫ് കറിയും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഉച്ചയ്ക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കേണ്ടി വരും. അതിനുശേഷം വൈകിട്ടാകുമ്പോഴത്തേക്ക് ചായ കിട്ടും. ഒരു രാത്രിയായി കഴിയുമ്പോഴത്തേക്ക് ഒരു ഫുള്ളും പിന്നെ നല്ലൊരു AC റൂമൊക്കെ വാങ്ങിച്ച് അറേഞ്ച് ചെയ്ത് ഇത് അവർ കൊടുക്കേണ്ടി വരും. അല്ല, ഇത് മൂത്ത കോൺഗ്രസിൻ്റെ സ്വപ്നമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നാളെ തന്നെ ഇതൊക്കെ കിട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ പോകുന്നു, സെക്രട്ടേറിയറ്റിൽ പോകുന്നു, കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഇപ്പോൾ അക്ഷയ സെൻറ്ററിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെയെല്ലാം. ഇത് വേണമെങ്കിൽ അവിടെ വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇത് കണ്ടോ, ഇത് ഞാൻ MLA അടുത്ത് പറഞ്ഞു, അതിനുശേഷം MLA പറഞ്ഞിട്ട് പോലും നടക്കാത്ത സംഭവം ഞാൻ വേറൊരാളെ പിടിച്ചിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മുടക്കം ഉണ്ടാവത്തില്ല, ഒരു 10,000 രൂപ മേടിച്ചെടുക്കും. ഈ പോയ ആളെ സംബന്ധിച്ചിട്ട് ആൾക്കൊരു 10-20,000 രൂപയുടെ ചെലവ് വരും. ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളിലാണ് ആരുള്ളത്? മൂത്ത കോൺഗ്രസ്സുകാരുള്ളത്. പക്ഷേ മൂത്ത കോൺഗ്രസ്സുകാർക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഡിജിറ്റലൈസേഷനിലേക്ക് മാറി. ഈ ഡിജിറ്റലൈസേഷനിലേക്ക് മാറിയതോടുകൂടി സെക്രട്ടേറിയറ്റിലൊക്കെ പോയി ചെയ്യേണ്ട ജോലികളുടെ ഒക്കെ കാര്യങ്ങൾ ഒരുപാട് കുറഞ്ഞു. പണ്ടത്തെ മാതിരിയുള്ള ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇത് ഞാനൊരു ഉദാഹരണം കൂടി പറയാം. പണ്ട് ഈ കോൺഗ്രസിൻ്റെ ഈ പോസ്റ്റ് ഒട്ടിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രചരണം നടത്തുകയൊക്കെ ചെയ്ത വീടുകളൊക്കെ കയറിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്താണ്. അപ്പോൾ ആ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ വീടുകളൊക്കെ കയറുന്നു, അതിനുശേഷം വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നു, ഈ പറഞ്ഞ എതിർ പാർട്ടിക്കാരുമായിട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടാവുന്നു, ബൂത്തിൽ വരെ പ്രശ്നങ്ങളുണ്ടാവുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പാർട്ടിയുടെ ഒരു മണ്ഡലം കമ്മിറ്റി കൂടുകയാണ്. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി കൂടിയപ്പോൾ ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആരെയും വിളിച്ചിട്ടില്ല. അന്ന് വീട്ടിൽ കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിരിക്കുന്ന കുറേ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും അതിനുശേഷം അവരെ വന്ന് ഈ MLA അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു കോൺഗ്രസ് പ്രവർത്തകരും വേദനിക്കരുത്. കാരണം ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ പെട്ടെന്ന് ഒരു ദേഷ്യത്തിന് ഇപ്പോൾ തൻ്റെ പ്രതിയോഗിയെ നേരിടാം
കാരണം എൻ്റെ പാർട്ടിയാണ് ഈ ഭരണത്തിലിരിക്കുന്നത് എന്ന് കരുതിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക അത് വലിയ പ്രശ്നമാണ്. കാരണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ഈ 10 വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്ന സിനിമകൾ ഒരുപാടുണ്ട്. ഈ സിനിമകളൊക്കെ ഒരുപാട് നമ്മുടെ യങ് ജനറേഷനെ ആകർഷിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ക്യാരക്ടറിൽ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് പ്രതിയോഗികളെ നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൻ്റെ പാർട്ടി തന്നെ സംരക്ഷിക്കുമെന്ന് കരുതി കഴിഞ്ഞാൽ ഒരു തരത്തിലും സംരക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ പിടിച്ച് അകത്തേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കും. കാരണം പിന്നീട് ഈ ഒരു ബാധ്യത ഒരു സ്ഥിരം ബാധ്യതയായിട്ട് തന്നെ പുറകെ കൂടണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ അവരെ പിടിച്ച് അകത്താക്കാൻ പറ്റും നോക്കും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഒരുപാട് വലിയ സ്വപ്നങ്ങളിലാണ്, ഒരുപാട് വലിയ നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ്. ഒരുപാട് സാധാരണ കോൺഗ്രസ്സുകാർ തൻ്റെ നേതാവ് മന്ത്രിയാവുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, മന്ത്രിയാവുന്ന നേതാവ്, കാരണം എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ആളുകളെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ MLA ആക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ചില ആളുകളുണ്ട്. MLA ആയി കഴിഞ്ഞതിന് ശേഷം MLA സീറ്റ് കിട്ടുകയും MLA ആവുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഈ കഷ്ടപ്പെട്ടവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുകയും അതിനുശേഷം പുതിയ ബന്ധങ്ങൾ, അതായത് എല്ലാം സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ബന്ധങ്ങൾ തേടി പോയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അത് പല കോൺഗ്രസ്സുകാർക്കും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊക്കെയായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താകും എന്നുള്ള കാര്യം നാളെ അറിയാം. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കോൺഗ്രസിൻ്റെ ഭരണം. കാരണം കോൺഗ്രസിൻ്റെ 3-4 ഭരണം നേരിട്ട് കണ്ടിട്ടുള്ളതും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടും കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും ഇത് പഴയ കോൺഗ്രസ് അല്ല, ഇത് പുതിയ കോൺഗ്രസ് ആണെന്ന്. കോൺഗ്രസ് ഏതായാലും അന്നുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ തന്നെയാണ് ഇന്നും നേതൃത്വത്തിലുള്ളത്. അല്ലെങ്കിൽ അന്നത്തെ നേതാക്കന്മാർക്ക് പെട്ടിപിടിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകളാണ് ഇന്നും നേതാക്കന്മാരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. ഇവരെല്ലാം ഇന്നലകൾ മറന്നുപോകും, അവർ പുതിയ ബന്ധങ്ങൾ തേടിപ്പോകും. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളായിരിക്കും ഏറ്റവും ഒടുവിൽ അനുഭവിക്കേണ്ടി വരുന്നത്. സ്വപ്നങ്ങൾ നല്ലതാണ്, യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാത്ത പക്ഷം വലിയ ദുരിതമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മാത്രം പറയാം. കാരണം ഒരു പക്ഷേ പ്രതിപക്ഷത്ത് പോയേക്കാവുന്ന ഇടതുപക്ഷം ഭരണപക്ഷത്തിരിക്കുന്നതിനേക്കാൾ ശക്തമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർ കാണുന്ന സ്വപ്നത്തിലുണ്ടാവണം. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ്സുകാരുടെ ഈ സ്വപ്നം പൂവണിയുമെന്ന്. പക്ഷേ എങ്കിലും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നവും ആ സ്വപ്നത്തിൽ ഉണ്ടാവാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളും നമ്മൾ 3-4 പ്രാവശ്യത്തെ കോൺഗ്രസ് ഭരണം കണ്ടിട്ടുണ്ട്. അതായത് ശ്രീ കെ കരുണാകരൻ, ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി 2 ഭരണവും അതോടൊപ്പം തന്നെ AK ആന്റണിയുടെ ഭരണവും കെ കരുണാകരൻ്റെ 2 പ്രാവശ്യത്തെ ഭരണത്തിലും കൃത്യമായ ഒരു എക്സ്പീരിയൻസ് നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക.